സമ്മതമാണ്. ആര്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് 1000 വട്ടം സമ്മതമാണ്. എന്റെ ഫാന്റസിയിലും ആര്യൻ എന്ന് നോക്കിയത് ഇതേ നോട്ടോ. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടതുപോലെ ആര്യന് മമ്മിയെ ശരിക്കും ഓർമ്മ വന്നോട്ടെ. എന്താ മുമ്പ് കണ്ടിട്ടില്ലാത്തതുപോലൊരു നോട്ടം? എന്ത് നോട്ടം? അല്ല, ഈ ഗ്രീൻ സാരി ഉടുത്ത പെമ്പിള്ളേരെ മുമ്പ് കണ്ടിട്ടില്ലേ? അതോ ഈ കളർ സാരി കണ്ടപ്പോ ആരെങ്കിലും പ്രത്യേകിച്ച് ഓർമ്മ വന്നോ? എനിക്കാരും ഓർമ്മ വന്നില്ല. അപ്പൊ അമ്മ ഓർമ്മ വന്നില്ലേ? അല്ല, സത്യവതി എന്താ സാരി ഉടുത്ത് ഒരുമാതിരി തള്ള വൈബിൽ വന്നിരിക്കുന്ന ആലോചിക്കായിരുന്നു ഞാൻ. അല്ല, സാരി ഉടുത്ത തള്ള വൈബ് ആവോ? ആര്യന്റെ മമ്മിയും സാരി ഉടുക്കില്ലായിരുന്നോ? താനി കോലം കെട്ടിയിട്ടേ എന്റെ മമ്മിയെ കൂട്ടുപിടിക്കണ്ട. ആരെങ്കിലും മമ്മിയെ കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിക്കുന്ന കേട്ടാലേ എനിക്കിഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും അല്ലല്ലോ, ഞാനല്ലേ. ഞാനൊരു തമാശ പറഞ്ഞാൽ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്റെ മമ്മിയെ കുറിച്ച് തമാശ പറയാൻ താൻ എന്റെ അമ്മായിയുടെ മോളൊന്നല്ലല്ലോ, ആണോ? ഇനി അഥവാ ആണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും, മുഖത്ത് നോക്കി തന്നെ പറയും. ആര്യൻ വീണ്ടും കുടി തുടങ്ങിയോ? അതിന് ഞാൻ നിർത്തിയില്ലല്ലോ വീണ്ടും തുടങ്ങാൻ. അല്ല, കുപ്പി കണ്ടാൽ അപ്പൊ തന്നെ ഛർദിലായിരുന്നല്ലോ. അത് പഴയ കുപ്പി. ഈ പുതിയ കുപ്പി വന്നോടുകൂടിയേ പ്രശ്നം മാറി. ഇപ്പൊ നല്ല അസലായിട്ട് കുടിക്കാം. ഇവിടുത്തെ കുപ്പികളില് മായം ചേർത്ത് എനിക്കിട്ട് പണിഞ്ഞതാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷേ എന്നെ കൊല്ലാനായിരുന്നിരിക്കും ശ്രമം. അയ്യോ, ആര്യനെ ആരെന്തിനു കൊല്ലണം? അവളായിരിക്കും ചൈത്ര, എന്റെ അനിയത്തി. ഞാനില്ലാത്ത നേരം നോക്കി ഈ വീട്ടിൽ കയറി ഞാൻ വാള് വെച്ച് തീരാനുള്ള വേല അവളായിരിക്കും ഒപ്പിച്ചത്. പഴയ കുപ്പികളൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. സത്യവതിയുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും കഴിക്കുന്നവരുണ്ടെങ്കിലേ ഇതെടുത്ത് കൊടുത്തേക്ക്. ആർക്കെങ്കിലും പണിയെടുക്കേണ്ട ആവശ്യം വന്നാ ഞാൻ പറയാം. ഓ, പതിവില്ലാതെ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് വിളിക്കാണല്ലോ. എന്തായാലും അനിയത്തിയില്ലേ, എടുത്തു നോക്ക്. അന്ന് എന്റെ രഹസ്യം ചോർത്തതിന്റെ പേരില് ഗംഭീര വഴക്കിട്ട് പിരിഞ്ഞതാ. ഇപ്പൊ എന്നെ വാള് വെപ്പിച്ചതിന്റെ പേരില് എന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ വിളിക്കുക. എന്തായാലും എടുക്ക്. ഹലോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണോ, അതോ എനിക്കെതിരെ എന്തെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരം പറയാനുള്ള വിളിയോ? ഏട്ടൻ വെറുതെ എന്നെ ചൊറിയാൻ വരരുത്. ആകപ്പാടെ വേവ് കയറി നിൽക്കുക ഞാൻ. ഞാനും അങ്ങനെ തന്നെ ആടി. നിന്നെ ഒന്ന് നേരിട്ട് കാണാനിരിക്കുക ഞാൻ. എങ്കിൽ പറ, എവിടേക്ക് വരണം ഞാൻ?
എനിക്ക് ഡാഡിയെ പോലും പേടിയില്ല. പിന്നെ ആ ഏട്ടൻ. ലഡായി ബന്ദ് കരോ. മതി വഴക്കുണ്ടാക്കിയത്. അതെ ആര്യമ്പേട്ട, നിങ്ങൾ രണ്ടുപേരും ഇനി ഒരുമിച്ച് നിൽക്കണം. ഇല്ലെങ്കിൽ ദിൽവാലെ ദുൽഹനെ ലേ ജായെങ്കെ. മണ്ണും ചാരി നിന്നവളെ ഭയ്യയുടെ പൂര സമ്പത്തിയും കൊണ്ട് പോവും. ദേ, നിങ്ങൾ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ വല്ലതും പറ. ശരി, ഞാൻ എത്തിക്കോളാം. ठीक है बेटा, ठीक है. जल्दी आओ. അതെ, അത്യാവശ്യമായിട്ട് എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണം. സത്യവതി പോവല്ലേ? ആ, ഞാൻ ഇറങ്ങാ. വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ആ ശരി. ഉം.